നമസ്കാരം. ഡിസംബർ 25-ന് റിലീസായ ബറോസിന്റെ റിവ്യൂ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മോഹൻലാലിന്റെ ഒരു ചിത്രം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുഖത്ത് കരി നന്നായി വരച്ചിട്ടുണ്ട്, കൂടാതെ താടിയും മുടിയും. ഒറ്റ നോട്ടത്തിൽ ഒരു കിരാതൻ ലുക്ക്. വായിച്ചു നോക്കിയപ്പോൾ അല്ലേ മനസ്സിലായത് എന്റെ ഊഹം ശരിയായിരുന്നു. പുതിയ ചിത്രത്തിൽ കിരാതനായി അഭിനയിക്കാൻ മോഹൻലാൽ. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ കണ്ണപ്പയിൽ നായകനായി എത്തുന്നത് പ്രശസ്ത തെലുങ്ക് താരം വിഷ്ണു മഞ്ജുവാണ്. ചിത്രത്തിൽ കിരാതൻ എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിൽ എത്തുകയാണ് മോഹൻലാൽ. 2025 ഏപ്രിൽ 25-നാണ് ആഗോളമായി ചിത്രം റിലീസ് ചെയ്യുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫിലിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്നതാണ് എന്നാണ് സൂചന. 1976-ൽ പുറത്തിറങ്ങിയ ഭക്ത കണ്ണപ്പ എന്ന ചിത്രത്തിനുള്ള ഒരു പ്രണാമമായാണ് ഈ ചിത്രം കാണുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുകയാണ് ചിത്രം. ബോളിവുഡിലെ മികച്ച സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ ആദ്യത്തെ ചിത്രം കൂടിയാണ് ഇത്. മോഹൻലാലിനൊപ്പം അക്ഷയ് കുമാറും പ്രഭാസും ഈ ചിത്രത്തിൽ അതിഥി വേഷങ്ങളിൽ എത്തുന്നു. പ്രീതി മുകുന്ദൻ, കാജൽ അഗർവാൾ, ശരത് കുമാർ, മോഹൻ ബാബു രംഗ, കൗശൽ പന്ത ദേവരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ, ഇംഗ്ലീഷ് എന്നീ 6 ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഹോളിവുഡ് ഛായാഗ്രഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയിലെ ക്യാമറാമാൻ. സംഗീത സംവിധാനം സ്റ്റീഫൻ ദേവസി. മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിക്കുന്നത്. ഭഗവാൻ ശിവന്റെ അവതാരമാണ് കിരാതൻ. അർജുനൻ ധനുർവേദത്തിൽ പരിശീലനം നടത്തുന്ന സമയം അദ്ദേഹത്തിന് പാശുപതാസ്ത്രം ലഭിച്ചിരുന്നില്ല. അതിനായി അർജുനൻ ഭഗവാൻ ശിവനെ തപസ് ചെയ്തു. അർജുനന്റെ തപസ്സിനാൽ പ്രസാദിച്ച ശിവൻ അസ്ത്രം നൽകാൻ തയ്യാറായി. എന്നാൽ അസ്ത്രം കൊടുക്കുന്നതിന് മുമ്പ് അർജുനനെ പരീക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ ശിവൻ കിരാതമൂർത്തിയായി മാറി. ഒരിക്കൽ കാട്ടിൽ വെച്ച് അർജുനൻ ഒരു മൃഗത്തെ വേട്ടയാടി. അതേ മൃഗത്തെ കിരാതനും വേട്ടയാടി. ഇരുവരും തമ്മിൽ വാക്പോരായി. അത് യുദ്ധത്തിൽ കലാശിച്ചു. തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് കിരാതനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് കിരാതൻ ശിവനാണെന്ന് അർജുനന് മനസ്സിലായി. ശിവനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അർജുനന്റെ സാമർഥ്യത്തിൽ പ്രസാദനായ കിരാതമൂർത്തി അർജുനന് പാശുപതാസ്ത്രം നൽകി. ഇതാണ് കിരാതമൂർത്തിയുടെ കഥ. കണ്ണപ്പയിലെ കിരാതന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നമുക്ക് മോഹൻലാലിന്റെ പുതിയൊരു വേഷത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.